നേരത്തെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാധാരണ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നീറ്റ് എക്സാം ചെയ്യാനും ക്രാക്ക് ചെയ്യാനും വേണ്ടി പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. +1 +2 പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഒരേ സംഭവം തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ന്യൂമറിക്കൽ എബിലിറ്റി കൂട്ടുവാനും കൂടുതൽ പ്രോബ്ലംസ് എക്സാമ്പിൾസ് നമ്മുടെ NCERT ഉണ്ടാവില്ല അല്ലെ, വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിലും 10, 8, 12 ഒക്കെ ഇങ്ങനെ നമ്പേഴ്സായിട്ട് എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുമല്ലോ. ഇത് നിങ്ങൾ വിടാണ്ട ചെയ്യണം. നിങ്ങൾക്ക് ഒരു മെത്തേഡൊക്കെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഞങ്ങൾ അതിന് വേണ്ടി ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഡെയിലി ഹണ്ട് എന്ന, ഡെയിലി ഇത്ര ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചെയ്യണമെന്നും അത് വാർഡന്മാരും കോർഡിനേറ്റർമാരും അക്കാഡമിക് കോർഡിനേറ്റർമാരും അത് ഫിൽട്ടർ ചെയ്യും അല്ലെങ്കിൽ നോക്കും. ഇതുപോലെ നിങ്ങൾക്കും വീടുകളിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പബ്ലിക് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വാരി വലിച്ചു കെട്ട് പഠിക്കുകയാണ് ചെയ്യാറല്ലേ. അതിന് പകരം കുറച്ചും കൂടി ഫോക്കസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഫോക്കസ്ഡ് ആവുക എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏത് സബ്ജക്റ്റ് കുറിക്ക് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടിക്ക് 180 ക്വസ്റ്റ്യൻസ് വരികയാണ് പുതിയ പാറ്റേൺ അടിസ്ഥാനത്തിൽ. പുതിയ പാറ്റേണിൽ എന്ന് പറയുമ്പോൾ 180-ൽ 90 ക്വസ്റ്റ്യനും ബയോളജിയിലാണ് വരുന്നത്. അപ്പം ബയോളജി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളറിഞ്ഞ് നന്നായി ഇഞ്ച് ബൈ ഇഞ്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വളരെ അടിപൊളിയായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ ഫിസിക്സിൽ 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിയിൽ 45 ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ നന്നായിട്ട് നോക്കണം. അപ്പം നീറ്റിന് പോകാനിരിക്കുന്ന ഒരു കുട്ടി മാത്തമെറ്റിക്സ് ഇതിൻ്റെ എല്ലാത്തിനും ആവശ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഓരോന്നിനും കൊടുക്കേണ്ട ടൈം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, NCERT വായിക്കുന്നു, അതോടൊപ്പം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ മനസ്സിലാകുന്നു. ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ഒരു 30-40 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ നിശ്ചിതമായ ഒരു സമയത്ത്, നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തേക്ക് ഒരു 180 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഒക്കെ സമയം നിശ്ചയിച്ച് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഞാനൊരു കണക്കൊക്കെ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു മിനിമം നിങ്ങൾ ഒരു 15 ദിവസത്തെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പം സാധാരണ നീറ്റ് മോഡൽ എക്സാം എൻ്റെ മക്കൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 15 ദിവസം, ഒരു മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ 15-ാം തീയതിയും ഒരു ടെസ്റ്റും, എല്ലാ 25 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ 30-ാം തീയതി അല്ലെങ്കിൽ മാസത്തിൽ എൻഡ് നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിൽ ഒരു ക്വിക്ക് റിവിഷൻ നോട്ട് വേണം. എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന, ബസ്സിൽ കയറുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ബസ്സൊക്കെ കയറിപ്പോയി പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് ബസ്സിൽ നിന്ന് പോലും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എക്സാമിൻ്റെ ഒക്കെ തൊട്ട് മുന്നേ പോയിട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന, ഞങ്ങളതിന് ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഒരു പദ്ധതിയായിട്ട് കൊടുത്തത് ചാപ്റ്റർ ഇൻ എ പേപ്പർ എന്ന ഒരു ചാപ്റ്ററിന് ഒരു പേപ്പറിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിർമ്മിക്കുകയും അത് റിവൈസ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചില ചാപ്റ്റേഴ്സ് വായിക്കേണ്ടതായിട്ടുണ്ട്. പബ്ലിക് എക്സാമിന് ചിലപ്പോൾ അത് വായിക്കേണ്ടതെന്ന് ആവശ്യം ഉണ്ടാവില്ല. ടീച്ചേഴ്സ് തന്നെ തന്ന നോട്ടിൽ തന്നെ ധാരാളം മാർക്ക് കിട്ടാനുള്ള അവൈലബിൾ റിസോഴ്സായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നീറ്റ് എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ നമ്മൾ ഇങ്ങനെ പറയില്ല, ആട്ടിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നമ്മൾ പഠിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ അതിനെ ലോജിക്കലി വെരിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് NCERT തറോ ആയിട്ട് റീഡ് ചെയ്ത് ലോജിക്കലി നമ്മൾ സെറ്റായിട്ട് വേണം ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ NCERT-യുമായിട്ട് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള പാറ്റേണുമായിട്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ ബന്ധം ഉണ്ടാക്കാൻ കൂടി നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം മറ്റൊന്നുമല്ല, നിങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിനോട് കൂടെ തന്നെ നീറ്റും ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായ ഡോക്ടർ എന്നുള്ള ഇടത്തേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്.